മൂല്യങ്ങൾ നമ്മുടെ ജനാധിപത്യത്തിൻ്റെ ശക്തി സ്രോതസ്സാണ്. ഭരണഘടനയാണ് ജനാധിപത്യ അവകാശങ്ങളുടെ യഥാർത്ഥ കാവലാൾ. പൗരാവകാശങ്ങൾക്കും മനുഷ്യാവകാശങ്ങൾക്കും പ്രാമുഖ്യം നൽകുന്ന നമ്മുടെ ഭരണഘടനയ്ക്ക് ഇന്ത്യൻ റിപ്പബ്ലിക്കിന്റെ പരമാധികാരം പരിരക്ഷിക്കുന്നതിലും പ്രധാന പങ്കാണ് ഉള്ളത്. അടിയന്തരാവസ്ഥയെപ്പോലും അതിജീവിക്കുവാനുള്ള കരുത്തും പക്വതയും ഇന്ത്യൻ ജനാധിപത്യത്തിനും തെളിയിച്ചിട്ടുണ്ട്. എന്നാൽ ജനാധിപത്യ മതേതര മൂല്യങ്ങൾക്കും ഭരണഘടനയ്ക്കുമെതിരെ കടുത്ത വെല്ലുവിളികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ ജനാധിപത്യത്തിന്റെ മഹിത മൂല്യങ്ങളെ ഒന്നൊന്നായി കുഴിച്ചു മൂടാൻ പദ്ധതി തയ്യാറാക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ. മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ പദങ്ങൾ ഭരണഘടനയിൽ നിന്ന് എടുത്തു മാറ്റണമെന്നതാണ് വർഗീയവാദികളുടെ ആവശ്യം. തങ്ങളുടെ വർഗീയ ആശയങ്ങൾക്കനുസൃതമായി ഭരണഘടന പൊളിച്ചെഴുതണമെന്ന ഗൂഢലക്ഷ്യവുമാണ് അവർക്കുള്ളത്. ശതകോടീശ്വരന്മാരായ അംബാനി, അദാനിമാർക്ക് വേണ്ടിയാണ് മോഡിയുടെ രാജ്യഭരണം. രാജ്യത്തിന്റെ വിഭവങ്ങൾ കൊള്ളടിക്കാൻ കോർപ്പറേറ്റുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കുന്നു. രാഷ്ട്രപിതാവായ മഹാത്മജിയെ വിസ്മൃതമാവുകയും ഗാന്ധി ഘാതകനായ ഗോദ്സെയെ വീരപുരുഷനാവുകയും ചെയ്യുന്നു. വിദ്യാഭ്യാസം കാവ്യവൽക്കരിക്കപ്പെടുകയും കെട്ടുകഥകൾ ചരിത്ര സത്യങ്ങളായി അടിച്ചേൽപ്പിക്കപ്പെടുകയും ശാസ്ത്ര സത്യങ്ങൾ അന്ധവിശ്വാസങ്ങൾക്ക് വഴിമാറുകയും ചെയ്യുന്നു. രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ നിരാകരിക്കുകയും ഏകശിലാസ്ത സംസ്കാരം അടിച്ചേൽപ്പിക്കുകയുമാണ് സംഘപരിവാര നിയന്ത്രണത്തിലുള്ള കേന്ദ്ര സർക്കാർ. ഫാസിസവും വർഗീയതയും മൂലധന ശക്തികളും കൈകോർത്ത് രാജ്യത്തെ വിനാശത്തിലേക്ക് നയിക്കുമ്പോൾ ജനകീയ കൂട്ടായ്മക്ക് മാത്രമേ നാടിനെ രക്ഷിക്കാനാവൂ. മൗനം വലിച്ചെറിഞ്ഞ് ജനവിരുദ്ധ ശക്തികൾക്കെതിരെ പടയണി ചേരാൻ സമയമായിരിക്കുന്നു. രാജ്യത്തിന്റെ ജനാധിപത്യ മൂല്യങ്ങളും ഭരണഘടനയുടെ അന്തസ്സത്തും തകർത്തെറിയുവാനുള്ള വർഗീയ ഫാസിസ്റ്റുകളുടെ തേരോട്ടത്തെ തടഞ്ഞു നിർത്താൻ പോപ്പുലർ ഫ്രണ്ട് പ്രതിജ്ഞാബദ്ധമാണെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു. ജനാധിപത്യത്തിന്റെ ചെലവിൽ വർഗീയതയും ഏകാധിപത്യവും അടിച്ചേൽപ്പിക്കുവാനുള്ള ഹീന ശ്രമങ്ങളെ എന്ത് വില കൊടുത്തും ചെറുത്തു തോൽപ്പിക്കുമെന്ന് ഈ സമ്മേളനം പ്രഖ്യാപിക്കുന്നു. രാജ്യത്തിന്റെ ഐക്യവും സാഹോദര്യവും മതേതരത്വവും തകർക്കാൻ ഒരു ശക്തികളെയും ഞങ്ങൾ അനുവദിക്കില്ലെന്നും ഈ സമ്മേളനം മുന്നറിയിപ്പ് നൽകുന്നു. അസ്സലാമു അലൈക്കും.